بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്കുപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്തു നിന്ന് അല്ലാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്ക് അത് മുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാത്തരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. മനുഷ്യൻ പറക്കുവാൻ എന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷികളെപ്പോലെ ആകാശത്തിന്റെ ഉച്ചിയിൽ ഉയർന്നു പറക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എഴുതപ്പെട്ട കവിതകളെത്ര, സാഹിത്യകൃതികളെത്ര. നൂറ്റാണ്ടുകളായി മനുഷ്യൻ പറക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് പറക്കുവാനുള്ള മനുഷ്യന്റെ പരിശ്രമം വിജയം കണ്ടത്. ദീർഘനാളത്തെ നിരന്തരമായ ഗവേഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം പറക്കുവാനുള്ള തന്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞു. ഇന്ന് ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പറക്കൽ യന്ത്രങ്ങൾക്ക് മനുഷ്യൻ രൂപകൽപ്പന നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. സരളമായ യന്ത്രങ്ങളിൽ നിന്ന് തുടങ്ങി സൂപ്പർസോണിക് വിമാനങ്ങൾ എത്തി നിൽക്കുന്നു പറക്കുവാനുള്ള മനുഷ്യന്റെ സാധന. എന്നാൽ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ പ്രകൃതിയിലെ പറക്കൽ യന്ത്രങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ പ്രാഥമികമാണെന്ന വസ്തുത നമുക്ക് സുതരാം ബോധ്യപ്പെടും. പ്രകൃതിയിലെ പറക്കൽ യന്ത്രങ്ങളാണ് പക്ഷികൾ. അവയ്ക്ക് ഉന്നതിയിൽ പറക്കുവാനും താഴെ വഴുതിയിറങ്ങുവാനും വളരെ വേഗത്തിലും വളരെ സാവധാനത്തിലും ഗതി മാറുവാനും കഴിയുന്ന വിദ്യകൾ അറിയാം. പക്ഷികളുടെ അത്ഭുതകരവും കൗതുകകരവുമായ ഈ സിദ്ധികളെക്കുറിച്ചാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. അതെ, പക്ഷികളുടെ സൃഷ്ടിയിൽ അവയുടെ ഓരോ വർത്തനങ്ങളിൽ സർവശക്തനായ സ്രഷ്ടാവിന്റെ കരവിരുത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷിയുടെ ഓരോ വർത്തനങ്ങളും സൃഷ്ടിയുടെ മഹത്തായ അത്ഭുതങ്ങളാണ്. പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് സൃഷ്ടികർത്താവിനെ നിഷേധിക്കുവാൻ സാധ്യമല്ല തന്നെ. നാം നിത്യവും കാണുന്ന പക്ഷികളിലൊന്നാണ് പ്രാവ്. പലരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാറില്ലെങ്കിലും ഇവയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ
സൃഷ്ടിയുടെ അത്ഭുതങ്ങളിലൊന്നായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വസ്തുത അറിയണമെങ്കിൽ പ്രാവ് നിലത്തുനിന്ന് പറന്നു തുടങ്ങുന്നതെങ്ങനെയെന്ന് പഠിക്കുകയും അതിനുപയുക്തമായ തെറ്റുപറ്റാത്ത എഞ്ചിനീയറിംഗ് ഡിസൈൻ പരിശോധിക്കുകയും ചെയ്താൽ മതി. ആദ്യമായി പ്രാവ് വായുവിലേക്ക് ചാടുകയാണ്. പിന്നീടത് അതിന്റെ ചിറകുകൾ ഉയർത്തുന്നു. അതേസമയം തന്നെ അത് തന്റെ കാലുകൾ പ്രതലം വിട്ടിരിക്കും. അതിന്റെ സകല ശക്തിയും ഉപയോഗിച്ച് തന്റെ പിന്നിലുള്ള വായുവിനെ തള്ളിക്കഴിഞ്ഞിട്ടുമുണ്ടാകും. അല്പം മുന്നോട്ടാഞ്ഞ് വായുവിന് മുകളിലേക്കെത്തുമ്പോൾ പിന്നെ കുതിക്കാൻ പ്രയാസമുണ്ടാവില്ല. പ്രാവിനേക്കാൾ വലിയ പക്ഷികൾക്ക് ഈ വിഷമം പിടിച്ച ചലനങ്ങൾ 2-ലധികം പ്രാവശ്യം നടത്താനാവില്ല. ആൽബട്രോസിനെ പോലെയുള്ള വലിയ പക്ഷികൾക്കാകട്ടെ ഇത് ചെയ്യാൻ തന്നെ പറ്റുകയില്ല. പ്രതലം വിടാൻ അവക്ക് മറ്റു വിദ്യകളാണുള്ളത്. ഓട്ടത്തിന്റെ വേഗത ക്രമപ്രവൃദ്ധമായി വർദ്ധിപ്പിക്കുന്നത് ഇതിനുദാഹരണമാണ്. നമ്മുടെ എയറോപ്ലെയിനുകളിൽ ഈ വിദ്യ നാം ഉപയോഗിക്കാറുണ്ട്. മിക്ക പക്ഷികൾക്കും പറക്കുന്നതിൽ ഏറ്റവും വിഷമകരമായ നിമിഷം അതിന്റെ പ്രാരംഭഘട്ടമാണ്. ഇത് സാധ്യമായി കഴിഞ്ഞാൽ പക്ഷിക്ക് വായുവിലൂടെ തെന്നി നീങ്ങാൻ എളുപ്പമാണ്. പറന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വായുവിൽ തങ്ങി നിൽക്കാൻ പക്ഷിയെ സഹായിക്കുന്നതെന്താണ്? ഇതിന് മറുപടി ചിറകിന്റെ കുറ്റമറ്റ എഞ്ചിനീയറിംഗ് ഡിസൈനിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ചിറകിന്റെ പുറകുവശം താഴേക്ക് ചെരിയുന്നു. ചിറകിനടിയിലൂടെ നീങ്ങുന്ന വായു പുറകുവശത്തിഴച്ച് അതിനുമേൽ ശക്തി പ്രയോഗിക്കുന്നു. ഇത് പക്ഷിയെ മുകളിലേക്ക് ഉയർത്തുന്നു. ചിറകിന് മുകളിലൂടെ പോകുന്ന വായുവാകട്ടെ ചിറകിന്റെ മുൻവശത്തുകൂടെ മുകളിലേക്ക് മാറുന്നു. ഇത് ചിറകിന്റെ മുകളിലൂടെയുള്ള വായുവിന്റെ സമ്മർദ്ദം കുറക്കുന്നു. ഇതും പക്ഷിയെ മുകളിലേക്ക് തള്ളുന്നുണ്ട്. ആവശ്യത്തിന് വായുപ്രവാഹമുണ്ടെങ്കിൽ ചിറകിന് മുകളിലുള്ള ആകർഷണ ശക്തിയും അടിയിൽ നിന്നുള്ള ഉയർത്തൽ ശക്തിയും പക്ഷിയെ വായുവിൽ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഈ ഘടകമാണ് ചിറകുകൾ അടിക്കാതെ തന്നെ മണിക്കൂറുകളോളം ആൽബട്രോസിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന വായുവിന്റെ ഉയർന്നു വരുന്ന പ്രവാഹം പ്രത്യേകം ശ്രദ്ധേയമാണ്. മറ്റു പക്ഷികളാവട്ടെ ചിറകിനടിയിൽ ആവശ്യമായ വായുപ്രവാഹം ചിറകുകൾ അടിച്ചുകൊണ്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഉയരുമ്പോൾ അതിന്റെ പകുതി ചിറകുകൾ ശരീരത്തിലേക്ക് വലിക്കുന്നതിനാൽ ഘർഷണം കുറയുന്നു. ചിറകുകൾ മുകളിലേക്ക് വിടർത്തിയാണ് അത് താഴുന്നത്. ഓരോ ചലനത്തിലും തൂവലുകൾ ഇടപെടുന്നുണ്ട്. ചിറകുകളുടെ ആകൃതി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ചിറകിന്റെ അടിവശം പരിപൂർണമായും മാർദ്ദവമായിരിക്കുന്നു. പക്ഷിയുടെ തൂവലുകളും ചിറകിന്റെ ആകൃതിയും വായു ബലതന്ത്രപരമായി സമ്പൂർണമാണ്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിൽ ഈ വാത്തു പറക്കുമെങ്കിൽ അതിന്റെ ഉജ്ജ്വലമായ വായു ബലതന്ത്ര ഘടനയാൽ തെന്നിമാറുന്നതായി മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷികൾക്ക് പലതരം ചിറകുകളുണ്ട്. ചില ചിറകുകൾ ചെറുതും ബലിഷ്ഠവുമായിരിക്കുമ്പോൾ നിരന്തരമായ നീക്കങ്ങൾക്ക് സഹായകമാകും. ഉയർന്ന സ്ഥലങ്ങളിൽ പറക്കാനുതകും വിധം മറ്റു ചിലത് കൂടുതൽ നീളവും വീതിയുമുള്ളതായിരിക്കും. മറ്റു ചിലതാവട്ടെ വായുവിലൂടെ തെന്നി നീങ്ങാനാകുന്ന വിധം നീളവും ഇടുക്കവുമുള്ളതായിരിക്കും. ഓരോന്നിന്റെയും ആവശ്യത്തിനനുസരിച്ചുള്ള ഉജ്ജ്വലങ്ങളായ പറക്കൽ വ്യവസ്ഥകളാണ് ഓരോ പക്ഷിയിലും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. പലപ്പോഴും വിമാന ഡിസൈനിങ്ങിൽ വ്യത്യസ്ത തരം ചിറകുകൾ
ഉപയോഗിക്കാറുണ്ട്, പക്ഷികളെ മാതൃകയാക്കി. ചില പക്ഷികൾക്ക് തീറ്റയും കുടിയും ഉറക്കവും കൂടി നടത്തി മാസങ്ങളോളം വായുവിൽ തങ്ങാനാവും. മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗത്തിലാണ് പ്രാപ്പിടിയൻ ഇര തേടുന്നത്. പരുന്തുകൾ പറക്കുന്നത് ഇര പിടിക്കാൻ മാത്രമല്ല, അവയുടെ ശക്തി പ്രകടിപ്പിക്കാൻ കൂടിയാണ്. ഈ പട്ടിപ്പറക്കൽ യഥാർത്ഥത്തിലുള്ള പറക്കലല്ല, ധൈര്യം പരിശോധിക്കലാണ്. ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് പക്ഷി നഖം വിടർത്തിയിരിക്കും. ഇത്തരം ഉജ്ജ്വലമായ കാഴ്ചകളെല്ലാം ആകാശത്ത് നിന്ന് ചെയ്യുന്ന പക്ഷികൾ അത്ഭുതകരമായ ദൈവിക ദൃഷ്ടാന്തമല്ലാതെ മറ്റെന്താണ്? പക്ഷികളിലെ ആകാശത്തിലെ പ്രകടനങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യരെ ദൈവത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുന്നതിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലത്തിറങ്ങുന്നതോടെ എല്ലാ പറക്കലുകളും അവസാനിക്കുന്നു. സുരക്ഷിതമായ നിലത്തിറക്കവും ഉയരുന്നതുപോലെ തന്നെ സുപ്രധാനമാണ്. പക്ഷികൾ ഇവയിൽ പ്രഗത്ഭരാണ്. അവയുടെ ചിറകുകൾ ബ്രേക്കുകളായി ഉപയോഗിക്കപ്പെടുന്നു. ഈ പഫിൻ പക്ഷിക്ക് വായുവിൽ തങ്ങി നിൽക്കാനാവുന്നത് അതിനു ചുറ്റുമുള്ള വായുപ്രവാഹം മൂലമാണ്. ഈ കഴിവ് തന്നെയാണ് നിലത്തിറങ്ങാനും ഉപയുക്തമാക്കുന്നത്. ഒരു നിമിഷത്തിലെ അശ്രദ്ധ ഭയാനകമായ പ്രശ്നങ്ങളുണ്ടാക്കിയേക്കും. ഭൂമിയിലെ വലിയ പക്ഷികളിലൊന്നായ അരയന്നം വായുവിൽ നിന്ന് വെള്ളത്തിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ അവയുടെ കാലുകൾ ബ്രേക്കുകളായി മാറുന്നു. കഴുകൻ തന്റെ സൂക്ഷ്മമായ പറക്കൽ നിയന്ത്രണ വ്യവസ്ഥയും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാമിതീയ ഗണനവും ഉപയോഗിച്ചാണ് മലയുടെ കിഴക്കാൻ തൂക്കായ ഭാഗങ്ങളിലും സ്വന്തം കൂടുകളിലും പറന്നിറങ്ങുന്നത്. അതിന്റെ കൂടാകുന്ന ലക്ഷ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി അതിവേഗം ഇറങ്ങുകയാണ്. വായുവിനെ ബ്രേക്കായി ഉപയോഗിച്ചാണ് വേഗത 0 കൊണ്ടുവരുന്നത്. വിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും മികച്ച വിമാനങ്ങൾ നിർമ്മിക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും സുപ്രധാനമായ ഘടകം വായുവിന്റെ പ്രതിരോധം കുറച്ച് വിഷമമില്ലാതെ വായുവിൽ നിൽക്കാനുള്ള കഴിവുണ്ടാവുകയാണ്. 100 വർഷത്തെ അനുഭവവും ഗവേഷണ പഠനങ്ങളും നമുക്ക് നൽകുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് വിമാന നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ ഉയർന്ന മാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിമാനങ്ങളുടെ പുതിയ പുതിയ രൂപങ്ങൾക്ക് നാം സാക്ഷികളാകുന്നു.
വിമാനങ്ങളും ചിറകിന്റെ ആകൃതിയും കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെയാണ് ഡിസൈൻ ചെയ്യുന്നത്. പല ഘടകങ്ങളും ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു പറക്കൽ നിയന്ത്രണ സാങ്കേതിക വിദ്യയും പക്ഷികളുടേതിന് തുല്യമായി എത്തിയിട്ടില്ല. ഉദാഹരണത്തിന്, പക്ഷികൾ നടത്തുന്ന അഭ്യാസ പ്രകടനം നടത്താൻ ഒരു മനുഷ്യ നിർമ്മിത വാഹനങ്ങൾക്കുമാവില്ല. ആരാണ് ഈ കുറ്റമറ്റ ഡിസൈൻ പക്ഷികൾക്ക് ചെയ്തു കൊടുത്തത്? പക്ഷികളുടെ ശരീരഘടനക്കും കഴിവിനും നിദാനമായ ഘടകങ്ങൾ ആരുടെ പരികൽപ്പനയാണ്? വിമാനങ്ങൾ നിർമ്മിക്കുന്ന എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും കഴിവുകളെ അതിശയകരമാം വിധം അവ അതിലംഘിക്കുന്നുവെന്ന് ഓർക്കുക. പക്ഷികൾക്ക് തന്നെ ഈ കഴിവുകളുണ്ട് എന്ന് കരുതാൻ വയ്യ. വായു ബലതന്ത്രത്തെപ്പറ്റിയോ ഡിസൈനിങ്ങിനെ പറ്റിയോ അവക്കൊന്നും അറിയില്ല. അവ ഈ ലോകത്തിലേക്ക് വരുന്നത് ഒന്നുമറിയാത്ത പക്ഷിക്കുഞ്ഞുങ്ങളായാണ്. മുട്ടയിലായിരിക്കെ തന്നെ അതിനായി ഒരുക്കപ്പെടുകയാണ്. അവർ വിചാരിച്ചാൽ പോലും ചിറകുകളെ വ്യത്യാസപ്പെടുത്താൻ അവക്ക് കഴിയില്ല. അവയുടെ വിവിധ ആവശ്യങ്ങളെ പരിഗണിച്ചാണ് അവക്ക് ചിറകുകൾ നൽകിയിരിക്കുന്നത്. അന്ധമായ ആകസ്മികതയുടെ ഫലമായാണ് ഈ ഡിസൈൻ നിർമ്മിതമായതെന്ന് സംശയിക്കാൻ പോലുമാവില്ല. ഈ കുറ്റമറ്റ ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത് അവയുടെ സ്രഷ്ടാവാണ്. ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടി ചാതുരി. ഖുർആൻ പറയുന്നത് കാണുക: فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. അപ്പോൾ ആകാശങ്ങളുടെ രക്ഷിതാവും ഭൂമിയുടെ രക്ഷിതാവും ലോകരുടെ രക്ഷിതാവുമായ അള്ളാഹുവിനാണ് സ്തുതി. ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്നു മഹത്വം. അവൻ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. പക്ഷിയുടെ ശരീരഘടനയും ചിറകുകളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ സൃഷ്ടിയെക്കുറിച്ച് കൂടുതൽ മികച്ച അറിവ് ലഭിക്കുമെന്നതാണ് വസ്തുത. എന്തെന്നാൽ സൂക്ഷ്മാംശങ്ങളിൽ പോലും അവയിൽ അത്ഭുതങ്ങളാണുള്ളത്. പക്ഷികൾക്ക് ഭാരം നന്നേ കുറവാണ്. അവയുടെ അസ്ഥികളുടെ ഭാരവും തീരെ കുറവാണ്. ആ രൂപത്തിലാണ് അവയുടെ ഘടന നിലനിൽക്കുന്നത്. പക്ഷികളുടെ എല്ലുകൾ കട്ടിയേറിയവയോ കനത്തതോ അല്ല. അവ അകം പൊള്ളയാണ്. എല്ലുകളിലുള്ള ചെറിയ താങ്ങുകൾ അവയുടെ ഘടനയെ ശക്തിയുറ്റതാക്കുന്നു. ചിറകുകളിലെ അത്ഭുതകരമായ ഡിസൈനിങ് ആണ് ഏറ്റവും മഹത്തരമായിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ വളരെ ലളിതമായി തോന്നുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവ സൃഷ്ടിയുടെ അത്ഭുതങ്ങളാണ്. ബഹുഭുജമായി കിടക്കുന്ന ആയിരക്കണക്കിന് സൂക്ഷ്മവേദിയായ ലഘുചിറകുകൾ ഓരോ ചിറകിലുമുണ്ട്. ഈ സൂക്ഷ്മ ചിറകുകൾ ചെറിയ ഗ്രന്ഥങ്ങൾ കണക്കെ ഒട്ടിച്ചേർന്നിരുന്നുകൊണ്ട് ഭാരം കുറഞ്ഞതും മാർദ്ദവമേറിയതുമായ ഒരു പ്രതലമാണ് കാഴ്ചവെക്കുന്നത്. അതുല്യമായ സൃഷ്ടി വൈഭവത്തിന്റെ ആവിഷ്കരണങ്ങൾ നഗ്നനേത്രങ്ങൾക്ക് കാണാനാവാത്ത വിധം ഓരോ ചിറകിലും ഒളിപ്പിച്ചിരിക്കുന്നു. ഇതിന് കാരണഭൂതൻ പക്ഷിയോ പ്രകൃതിയോ അന്ധമായ ആകസ്മികതയോ അല്ല. അല്ലാഹുവിന്റെ അപാരമായ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദശലക്ഷക്കണക്കിന് ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ചെറുജീവികൾ. പക്ഷികൾ പറക്കുമ്പോൾ വായുപ്രവാഹം സൃഷ്ടിച്ചുകൊണ്ട് അവ ചിലപ്പോൾ തെന്നി നീങ്ങാറുണ്ട്. എന്നാൽ ഈ രീതി ഒരിക്കലും അനുവർത്തിക്കാനാവാത്ത ഒരു പക്ഷിയുണ്ട്: മൂളിക്കിളികൾ അഥവാ ഹമ്മിങ് ബേർഡ്സ്.
ഈ പക്ഷിയുടെ ചിറകുകൾ മറ്റൊരത്ഭുതമാണ്. മറ്റു പക്ഷികളുടെ പറക്കൽ വ്യവസ്ഥകളിൽ നിന്ന് തികച്ചും വ്യതിരിക്തമാണത്. സെക്കൻഡിൽ 25 പ്രാവശ്യം അവ ചിറകടിക്കുന്നുവെന്നതിനാൽ മനുഷ്യനേത്രങ്ങൾ കൊണ്ടവ തിരിച്ചറിയാൻ കഴിയില്ല. ഇത് കൃത്യമായി അറിയണമെങ്കിൽ സ്ലോ മോഷനിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ആവശ്യമാണ്. ഹമ്മിങ് ബേർഡിന്റെ ചിറകുകൾക്ക് കത്തി പോലെ മൂർച്ചയുണ്ട്. ചിറക് വിരിക്കുമ്പോൾ അവയിൽ നിന്ന് ശീർഷകമായി അഥവാ വെർട്ടിക്കലായ വായുപ്രവാഹമുണ്ടാകും. ഹെലികോപ്റ്ററുകളിൽ ഇതുതന്നെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. മനുഷ്യന് സാധ്യമായതിനേക്കാൾ അനേകമടങ്ങ് വിദഗ്ധമായാണ് ഹമ്മിങ് ബേർഡ് ചെയ്യുന്നത് എന്ന് മാത്രം. നിർണിതമായ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്ലേഡുകൾ മുകളിലേക്കുള്ള വായുപ്രവാഹം സൃഷ്ടിക്കുന്നു. ഹമ്മിങ് ബേർഡിന്റെ പറക്കൽ വ്യവസ്ഥയും ഇതുപോലെ തന്നെയാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ അവക്ക് സാധ്യമാണ് എന്ന് മാത്രം. വായുവിൽ വെച്ച് അതീവ വിദഗ്ധമായ പ്രവർത്തികൾ ചെയ്യാൻ അവക്കാകുമെന്ന് നാം മനസ്സിലാക്കണം. മുകളിലേക്കും താഴേക്കും പിറകിലേക്കും മുമ്പിലേക്കും ചിറകിന്റെ കോണുകൾ വ്യത്യാസപ്പെടുത്തിയാണിത് സാധ്യമാക്കുന്നത്. സ്വന്തം ശരീരത്തിന് പരുക്കുകളില്ലാതെ സെക്കൻഡിൽ 25 പ്രാവശ്യം ചിറകടിക്കാനാവുന്നത് തന്നെ അത്ഭുതകരമാണ്. ഒരു സെക്കൻഡിൽ 1 എന്ന തോതിൽ മാത്രമേ നമ്മുടെ കൈ ഉയർത്താനും താഴ്ത്താനും കഴിയൂ. ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെ ഇത് സെക്കൻഡിൽ 25 പ്രാവശ്യമായി ഉയർത്തിയാൽ നമ്മുടെ തോളിന്റെ പേശികൾ കത്തിപ്പോകും. അത് പ്രവർത്തനരഹിതമാവുകയോ കൈ തന്നെ നമുക്ക് നഷ്ടപ്പെടുകയോ ചെയ്യും. എന്നാൽ മൂളിക്കിളിയുടെ പ്രത്യേക ഡിസൈൻ കാരണം അതിന്റെ പേശികൾക്ക് അവ കോടിക്കണക്കിന് പ്രാവശ്യം ചലിപ്പിച്ചാലും യാതൊരു പരുക്കുമുണ്ടാവില്ല. ഈ ചെറിയ ജീവി ഏറ്റവും ഉയർന്നതും സങ്കീർണവുമായ പറക്കൽ യന്ത്രങ്ങളെക്കാൾ ഏറെ മികവുറ്റതും സൃഷ്ടിയുടെ മകുടോദാഹരണവുമാണ്. ജെറ്റ് വ്യോമസേനാ വ്യൂഹം വി രൂപത്തിലാണ് പറക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. വികർണകമായ അഥവാ ഡയഗണലായ ഒരു വായുപ്രവാഹം ഇതുവഴി ഉണ്ടാകുന്നു. പിന്നിൽ സഞ്ചരിക്കുന്ന വിമാനത്തിന് വായുവിന്റെ പ്രതിരോധം കുറവായിരിക്കുന്നതിനാൽ ഊർജ ഉപഭോഗം 20% കുറക്കാൻ ഈ രൂപത്തിൽ പറക്കുന്നത് വഴി കഴിയും. ഈ വിവരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികൾക്കുള്ളതുപോലെയാണ് അവ പെരുമാറുന്നത്. അവയും ജെറ്റുകളെപ്പോലെ വി ആകൃതിയിലാണ് പറക്കുന്നത്. തൊട്ടുമുമ്പിലുള്ള പക്ഷിയുണ്ടാക്കുന്ന വായുപ്രവാഹം അവ ശരിയാം വിധം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുമ്പിലുള്ളവക്ക് കൂടുതൽ ഊർജം ഉപയോഗിക്കേണ്ടതുള്ളതുകൊണ്ട് എളുപ്പം ക്ഷീണിക്കും. അതിനാൽ മുമ്പിൽ സഞ്ചരിക്കുന്നവൻ മാറിക്കൊണ്ടിരിക്കും. വി രൂപത്തിൽ പറക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം വായു ബലതന്ത്ര എഞ്ചിനീയർമാർ ഈ അടുത്ത കാലത്തായി മാത്രം കണ്ടെത്തിയതാണ്. എന്നാൽ ഇത് ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികൾക്കെങ്ങനെ അറിയാൻ കഴിഞ്ഞു? ഇത്ര ബോധപൂർവം സ്വയം പ്രവർത്തിക്കാൻ അവക്കെങ്ങനെ കഴിയുന്നു? പക്ഷിക്കൂട്ടത്തിലെ ഓരോ പക്ഷിക്കും തന്റെ ശരിയായ സ്ഥാനം എങ്ങനെ അറിയാനാവുന്നു? ഈ ചോദ്യങ്ങൾ നമ്മെ ഒരിക്കൽ കൂടി സൃഷ്ടി എന്ന സത്യത്തിലേക്ക് നയിക്കുന്നു. താൻ നിർമ്മിച്ച ജീവികളെ ഏറ്റവും ശരിയായി മാർഗദർശനം ചെയ്യുന്നത് അവയുടെ നാഥനായ അല്ലാഹുവാണ്. ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികൾ ഊർജം ലാഭിക്കുന്നതിന് മറ്റൊരു മാർഗം കൂടി അവലംബിക്കുന്നുണ്ട്. ഒരു പക്ഷിയുടെ ചിറകടി സൃഷ്ടിക്കുന്ന മറ്റൊരു വായു പ്രവാഹ പ്രതിരോധം
എളുപ്പം അതിജീവിക്കാനാണ് പക്ഷികൾ ഏതാണ്ട് ഒരേ സമയത്ത് ചിറകടിക്കുന്നത്. ഇത് തീർത്തും താളാത്മകമായ ഒരു പറക്കലിലേക്ക് അവയെ നയിക്കുന്നു. ഖുർആൻ പറഞ്ഞതെത്ര ശരി. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. അവക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള സഞ്ചാരത്തിൽ വഴി കണ്ടെത്താൻ ദേശാന്തര പക്ഷികൾക്ക് കഴിയുന്നതെങ്ങനെയാണ്? ഇക്കാര്യം പഠിപ്പിക്കുന്ന ശാസ്ത്രകാരന്മാർ സൃഷ്ടിയുടെ മറ്റൊരത്ഭുതത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കൊറ്റികൾ എല്ലാ വർഷവും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നുണ്ട്. ആഫ്രിക്കയുടെ തീരം മുതൽ യൂറോപ്പിലെ മെഡിറ്ററേനിയൻ വരെ അവ നീങ്ങുന്നു. യൂറോപ്പിൽ അപ്പോൾ കാലാവസ്ഥ അപ്പാടെ മാറിക്കഴിഞ്ഞിരിക്കും. ഇത്ര നീണ്ട യാത്രയിൽ അവ വഴി കണ്ടെത്തുന്നതെങ്ങനെയാണ്? ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തുന്ന ഒരു പ്രത്യേക വ്യവസ്ഥ അവയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. പ്രകൃതി ജന്യമായ ഈ കോമ്പസ് ഉപയോഗിച്ച് കാന്തിക വലയം മനസ്സിലാക്കി അവ വഴി തേടുന്നു. മുൻവർഷം കൂട് കൂട്ടിയിടത്ത് തന്നെ വഴിതെറ്റാതെ അവയെ എത്താൻ സഹായിക്കുന്ന സുപ്രധാന ഘടകമാണിത്. പല വിധത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഒരു യുദ്ധവിമാനം ദിശ കണ്ടെത്തുന്നത്. നൂറ്റാണ്ടുകളുടെ ഗവേഷണ ഫലം വഴി മനുഷ്യൻ സിദ്ധിച്ച ദിശാനിർണയത്തിനുള്ള ഈ ഉപകരണങ്ങളെ മുഴുവനും വെല്ലുന്ന രീതിയിലുള്ളവയാണ്. മനുഷ്യന്റെ എല്ലാ കഴിവുകളെയും അതിജീവിക്കുന്ന രീതിയിലുള്ളവയാണ് പക്ഷികളിലെ ദിശ കണ്ടെത്തുവാനുള്ള സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ ഏറ്റവും അത്യന്താധുനികമായ വിമാനങ്ങളിലെ സംവിധാനങ്ങളെക്കാൾ മികച്ചതാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയല്ല. എങ്ങനെയാണ് ഈ സരളമായ ജീവികളിൽ ദിശാനിർണയത്തിനുള്ള ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായത്? ഏറ്റവും അത്ഭുതകരമായ ഒരു വസ്തുതയാണിത്. വളരെ കൃത്യമായി ദിശയും പ്രദേശവും കണ്ടെത്തി ദേശാന്തര ഗമനം നടത്തുവാനും തിരിച്ചെത്തുവാനും പക്ഷികൾക്ക് കഴിയുന്നു. ഉദാഹരണത്തിന് ഗൂസ് എന്നറിയപ്പെടുന്ന ഈ വൻ വാത്തിനെ നോക്കുക. ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി ഉത്തര ധ്രുവത്തിൽ നിന്ന് മെക്സിക്കോവിലെത്താൻ ഇവക്ക് കഴിയുന്നു. കൊറ്റികളെപ്പോലെ ഇവക്കും ദിശാമാപനത്തിനുള്ള അത്ഭുതകരമായ കാന്തിക രീതിയുണ്ട്. ഭൗമ കാന്തിക ക്ഷേത്രത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഇവയും ആകാശ സഞ്ചാരം നടത്തുന്നത്. നീണ്ട വഴികളിൽ അവക്ക് വഴി തെറ്റുന്നേയില്ല. ആരാണിവയെ കാന്തിക ദിശാമാപനം പഠിപ്പിച്ചത്? അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല. സൂര്യാസ്തമയത്തിനു ശേഷം വഴി കണ്ടെത്താൻ പക്ഷികൾ
നക്ഷത്രങ്ങളെ ആശ്രയിക്കുന്നുവെന്നത് ഏറെ അത്ഭുതകരമാണ്. ദശലക്ഷക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങളെ ഉപയോഗിച്ച് വഴി കണ്ടെത്തുക തീർച്ചയായും അത്ഭുതകരം തന്നെയാണ്. ഏറെ ദുഷ്കരമായ ഈ വഴി കണ്ടെത്തുന്ന രീതി എങ്ങനെയാണ് പക്ഷികൾ പഠിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അസ്തിത്വവും അവന്റെ സൃഷ്ടികളിൽ അവൻ ഏർപ്പെടുത്തിയ വ്യവസ്ഥയും നമ്മിൽ അത്ഭുതം സൃഷ്ടിക്കാതിരിക്കുകയില്ല. പഴയ കാലത്ത് മനുഷ്യർ ഈ വിദ്യയാണ് ഉപയോഗിച്ചുകൊണ്ട് ദിശാനിർണയം നടത്തിയിരുന്നത്. കോമ്പസിന്റെ കണ്ടെത്തൽ വരെ നക്ഷത്രത്തിന്റെ കോണളവ് കണക്കാക്കിയാണ് നാവികർ കടൽ യാത്ര നടത്തിയിരുന്നത്. എന്നാൽ മനുഷ്യൻ നക്ഷത്ര മാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അവന് യുക്തിബോധമുണ്ടായിരുന്നു. ഈ ചെറുപക്ഷികൾക്കാവട്ടെ അത്തരം നക്ഷത്ര മാപ്പുകളോ നക്ഷത്ര മണ്ഡലങ്ങളെക്കുറിച്ച് അറിവോ ഇല്ല. എങ്കിലും അവക്ക് നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഇരുട്ടിൽ പോലും വഴിതെറ്റാതെ ആകാശത്തുകൂടെ യാത്ര നടത്തുവാനുള്ള അത്ഭുതകരമായ സിദ്ധിയുമുണ്ട്. മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുരുന്നു പക്ഷികൾക്ക് പോലും നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് അറിവുണ്ടെന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. അവ വിരിയും മുമ്പ് തന്നെ ഈ ജ്ഞാനം അവക്ക് കൊടുക്കുന്നതാരാണ്? ഈ കുരുന്നു പക്ഷിക്ക് അനേകം നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയാമെന്നതും അവ ഉപയോഗിച്ച് യാത്ര ചെയ്യാനാകുമെന്നതും അത്ഭുതകരം തന്നെയല്ലേ? ഇതെല്ലാം വ്യക്തമാക്കുന്നത് അവയെ സൃഷ്ടിക്കുന്നതും മാർഗദർശനം അരുളുന്നതും അല്ലാഹുവാണ് എന്ന വസ്തുതയാണ്. ഈ യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് കാണുക. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറകു നിവർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷികളും അല്ലാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? ഓരോരുത്തർക്കും തന്റെ പ്രാർത്ഥനയും കീർത്തനവും എങ്ങനെയെന്ന് അറിവുണ്ട്. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അറിയുന്നവനത്രേ. പറക്കുന്നത് കൂടാതെ പക്ഷികളിലെ ചില വർഗങ്ങൾക്ക് മറ്റു പല കഴിവുകളുമുണ്ട്. ഉദാഹരണത്തിന് ഒട്ടകപ്പക്ഷി, റോഡ് റണ്ണർ തുടങ്ങിയ പക്ഷികൾക്ക് ഒളിമ്പിക്സിൽ റെക്കോർഡ് സൃഷ്ടിക്കുന്ന അത്ലറ്റുകളെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും. നൂറ് മീറ്റർ സ്പ്രിന്റ് ഇനത്തിൽ മനുഷ്യനെ എളുപ്പം അവ പിന്നിലാക്കും. ഒളിമ്പിക്സ് ചാമ്പ്യന് മണിക്കൂറിൽ 39 കിലോമീറ്റർ മാത്രം ഓടാനാകുമ്പോൾ ഒട്ടകപ്പക്ഷിക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ പിന്നിടാൻ കഴിയും. ഒട്ടകപ്പക്ഷിയുടെ നീളമുള്ള ഓരോ കാൽവെപ്പും 3 മീറ്ററോളം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജീവലോകത്തെ ഏറ്റവും വേഗതയാർന്ന ഓട്ടക്കാരാണിവ.
ഉടലിൽ ചെറിയ ചിറകുകളുള്ള ജീവികളാണ് പെൻഗ്വിനുകൾ. ഇവ ഈ ചെറിയ ചിറകുകൾ ഉപയോഗിച്ച് കടലിൽ സഞ്ചരിക്കുന്നു. വെള്ളത്തിലെത്തിയാൽ പറക്കുന്നതുപോലെ പെരുമാറുന്ന കൗതുകകരമായ സ്വഭാവമാണ് പെൻഗ്വിനുകൾക്കുള്ളത്. പെൻഗ്വിനുകളും മനുഷ്യനും തമ്മിൽ നീന്തലിൽ മത്സരിച്ചാൽ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവിനേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ പെൻഗ്വിന് നീന്താൻ കഴിയും. എന്നാൽ മനുഷ്യൻ ചെലവിടുന്നതിനേക്കാൾ കുറഞ്ഞ ഊർജം കൊണ്ടാണിവ ഈ നേട്ടം സാധ്യമാക്കുന്നത്. വെള്ളത്തിൽ സ്പീഡ് ബോട്ടുകൾ കണക്കെ ശീഘ്രഗതിയിൽ ചലിക്കാൻ കഴിയുന്ന പെൻഗ്വിനുകൾ കരയിലെ ഏറ്റവും വേഗതയേറിയ നീന്തൽക്കാരാണ്. പക്ഷികളിലെ വൈദഗ്ധ്യം അവയുടെ പറക്കലിൽ മാത്രമല്ല, ജൈവലോകത്തെ ഏറ്റവും സുന്ദരമായ സൃഷ്ടികളിലൊന്നാണ് പക്ഷികൾ. അവയുടെ ചിറകുകളുടെയും ശരീരത്തിന്റെയും അലങ്കാരങ്ങൾ മനോജ്ഞമാണ്. ആൺകിളികൾ ഈ നിറങ്ങളുടെ സൗകുമാര്യം പെൺകിളികളെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷികളിലുള്ള ഈ വർണ്ണരാജി യഥാർത്ഥത്തിൽ മികച്ചൊരു കലാസൃഷ്ടി തന്നെയാണ്. ഇവയൊന്നും ആകസ്മികത കൊണ്ട് വിശദീകരിക്കാനാവുന്നവയല്ല. ഓരോ ചിറകിനും അതിൻ്റെതായ നിറക്കൂട്ട് കിട്ടിയാൽ മാത്രമേ ഇത്തരമൊരു കലാസുഭഗത ഉദയം കൊള്ളുകയുള്ളൂ. ഈ വർണ്ണരാജികൾ രൂപം കൊള്ളാനുതകുന്ന പ്രത്യേക കോഡുകൾ തന്നെ അവയുടെ കോശത്തിലുണ്ട്. ഇത്ര ഉജ്ജ്വലമായ ഡിസൈൻ പാറ്റേണിൽ ആകസ്മികതയ്ക്ക് ഒരു പങ്കും വഹിക്കാനില്ല. ജൈവലോകത്തെ സുന്ദരമായ ഈ സൃഷ്ടികളിലൂടെ കണ്ണോടിക്കുമ്പോൾ സൃഷ്ടാവിന്റെ വൈഭവം അംഗീകരിക്കാതിരിക്കുവാൻ ആർക്കാണ് സാധിക്കുക? പക്ഷികളുടെ തൂവലുകൾ അടുക്കി വെച്ചതിനു പിന്നിലും അവയുടെ തൂവലുകളുടെ സൗന്ദര്യാത്മകതയ്ക്ക് പിന്നിലും ആ സൗന്ദര്യം അവയുടേതായ വർഗവിഭജനത്തിന് ഉപയോഗിക്കുന്നതിലുമെല്ലാം കൃത്യമായ ഒരു ബുദ്ധിയുടെ സൂക്ഷ്മമായ വ്യവസ്ഥയല്ലാതെ മറ്റെന്താണ് ബുദ്ധിയുള്ളവർക്ക് കാണാൻ കഴിയുന്നത്? ചിറകുകൾ പക്ഷിലോകത്തെ അത്ഭുതമാണ് എന്ന് പറഞ്ഞുവല്ലോ. ആ ചിറകുകളിലെ ഡിസൈനിങ് ഇതേപോലെ തന്നെ അത്ഭുതകരമാണ്. എത്ര സുന്ദരമായാണ് ഈ ഡിസൈനിങ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അത്ഭുതകരമാണ് പക്ഷിലോകത്തെ ഡിസൈനിങ്. അവയുടെ തൂവലുകളുടെ സുന്ദരമായ ഈ രൂപഭംഗി ആരെയാണ് അത്ഭുതപ്പെടുത്താതിരിക്കുക? പക്ഷിലോകത്തെ അത്ഭുതകരമായ ഈ ഡിസൈനിങ്ങിന് ഉദാഹരണമാണ് മയിൽപീലി. ഇക്കാരണത്താൽ തന്നെയാണ് പരിണാമവാദത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിന് മയിൽപീലി അസ്വാസ്ഥ്യം സൃഷ്ടിച്ചത്.
തന്റെ സ്നേഹിതൻ അസാഗ്രയ്ക്കെഴുതിയ കത്തിൽ ചാൾസ് ഡാർവിൻ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചു. 1960 ഏപ്രിൽ മാസം 3-ാം തീയതി അദ്ദേഹം എഴുതിയ കത്തിൽ പറഞ്ഞു, മയിൽപീലി കാണുമ്പോഴൊക്കെ എനിക്ക് അസുഖം പിടിപെടുന്നു. സമ്പൂർണമായ ഡിസൈനിങ്ങിന്റെ ഉദാഹരണമായ മയിൽപീലിയെപ്പോലെയുള്ളവയെ മുൻവിധിയില്ലാതെ നിരീക്ഷിച്ചാൽ ദൈവം തമ്പുരാന്റെ സൃഷ്ടിമഹാത്മ്യം വെളിപ്പെടാതിരിക്കുകയില്ല. ഓരോ ജീവജാലവും ദൈവത്തിന്റെ സൃഷ്ടിമഹാത്മ്യത്തെയാണ് പ്രഘോഷിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അല്ലാഹുവത്രേ അവൻ. അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവനത്രേ പ്രതാപിയും യുക്തിമാനും. പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ തന്റെ പദങ്ങളിലെല്ലാം തികഞ്ഞ സന്ദേഹവും അന്താളിപ്പുമാണ് ചാൾസ് ഡാർവിൻ പ്രകടിപ്പിച്ചത്. ആകസ്മികതയുടെ പരമ്പരകൾക്കിടയിൽ നിന്നാണ് ഭൂമിയിലെ ഓരോ ജീവജാലവും ഉദയം കൊണ്ടതെന്നാണല്ലോ പരിണാമ സിദ്ധാന്തം വാദിക്കുന്നത്. എന്നാൽ ഈ അവകാശവാദത്തെ പിന്തുണക്കുന്ന ശാസ്ത്രീയമായ തെളിവുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പരിണാമാത്മക വ്യാഖ്യാനങ്ങൾ ഭാവനാസമ്പന്നമായ ഊഹങ്ങളിലുപരി മറ്റൊന്നുമല്ലതാനും. ഉരകങ്ങളിൽ നിന്നാണ് പക്ഷികൾ പരിണമിച്ചത് എന്ന് പരിണാമവാദികൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ജീവജാതികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇടക്കണ്ണികളൊന്നും തന്നെയില്ല. ഉരകങ്ങളുടെ ശരീരം കടുത്ത ശൽക്കങ്ങളാൽ പൊതിയപ്പെട്ടവയാണ്. എന്നാൽ പക്ഷികളുടെ തൂവലുകളാവട്ടെ നേരത്തെ വിശദീകരിച്ചതുപോലെ അതിസങ്കീർണമായ ഘടനയുള്ളതാണ്. അവയ്ക്ക് ഉരകങ്ങളുമായി ലളിതമായ സാമ്യം പോലുമില്ല. ശൽക്കങ്ങളും തൂവലുകളും തമ്മിലുള്ള ഇടക്കണ്ണിയുടെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. അത്തരമൊന്ന് ജീവികളിലോ ഫോസിലുകളിലോ കണ്ടിട്ടുമില്ല. പക്ഷികളും ഉരകങ്ങളും തമ്മിൽ വേർതിരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അവയിലൊന്നാണ് ശ്വസന വ്യവസ്ഥ. നമ്മുടേതുപോലെ തന്നെ ഉരകങ്ങൾ വായു ഉച്ഛ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുന്നത് ശ്വാസകോശത്തിലൂടെയാണ്. ഇത് സാധ്യമാകാൻ കൗതുകകരമായ ഒരു വ്യവസ്ഥ തന്നെ പ്രവർത്തിക്കുന്നു. എന്നാൽ പക്ഷിയുടെ ശ്വാസകോശത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ധാരാളം ഒഴിഞ്ഞ വായുസഞ്ചികളുണ്ട്. ഇവ ചെറിയ സഞ്ചികളാൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷി ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിലും പുറകിലുമുള്ള വായുസഞ്ചികളിലും വായു നിറയുന്നു. അതേസമയം ഉപയോഗിക്കപ്പെട്ട വായു ശ്വാസകോശത്തിന്റെ മുൻവശത്തുള്ള വായുസഞ്ചികളിലൂടെ നിശ്വസിക്കപ്പെടുന്നു. പക്ഷി ശ്വസിക്കുമ്പോൾ മുൻവശത്തുള്ള സഞ്ചികൾ നിറയുന്നു. ഉപയോഗിച്ച വായു നിശ്വസിക്കപ്പെടുന്നു. അറ്റത്തുള്ള സഞ്ചികൾ പുതിയ വായുവിനാൽ നിറക്കപ്പെടുന്നു. അങ്ങനെ ഉച്ഛ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും സദാ ശുദ്ധവായു ലഭ്യമായി കൊണ്ടേയിരിക്കും. ഈ വ്യവസ്ഥ പ്രകാരം സുസജ്ജമായി പ്രവർത്തിക്കുന്ന അതിസൂക്ഷ്മമായ അനേകം ഘടകങ്ങൾ പ്രവർത്തന നിരതമായിരിക്കും. ഉദാഹരണത്തിന് സഞ്ചികൾക്കും ശ്വാസകോശത്തിനുമിടയിൽ ചെറിയ വാൽവുകളുണ്ട്. ഇത് ശരിയായ ദിശയിൽ വായു സഞ്ചരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. നാം കണ്ടതുപോലെ തന്നെ ഈ സങ്കീർണമായ വ്യവസ്ഥ പക്ഷിയുടെ നിരന്തരമായ ഓക്സിജൻ ആവശ്യത്തെ കണക്കിലെടുത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ഈ ഡിസൈൻ തന്നെ മതി പരിണാമ സിദ്ധാന്തത്തെ തകർത്തെറിയാൻ. പ്രസ്തുത സിദ്ധാന്തം
അവകാശപ്പെടുന്നത് പോലെ പടിപടിയായി പക്ഷിയുടെ ശ്വസന വ്യവസ്ഥ ഉയർന്നു വരികയെന്നത് അസാധ്യമാണ്. എന്തെന്നാൽ വായുസഞ്ചികൾ, യോജിപ്പിക്കുന്ന ട്യൂബുകൾ, വാൽവുകൾ എന്നിവ പൂർണ്ണമായി നിലവിൽ വരുന്നതുവരെ ജീവിക്ക് ശ്വസിക്കാൻ തന്നെ കഴിയില്ല. പക്ഷികളുടെ പ്രത്യേക ശ്വസന വ്യവസ്ഥ അവയിൽ ഒറ്റയടിക്ക് തന്നെ രൂപം കൊണ്ടതാകാനേ തരമുള്ളൂ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവ നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷികളുടെ തൂവലുകൾ, ചിറകുകൾ, ശ്വാസകോശം എന്നിവ പരിണാമാത്മകമായി വിശദീകരിക്കാനാവില്ല. അതിനാൽ പരിണാമവാദികൾ ഏതാനും ഫോസിലുകൾ മാത്രം വെച്ച് ഭാവനാത്മകമായ കഥകൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഈ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഫോസിലുകൾ ആർക്കിയോപ്റ്ററിക്സിന്റേതാണ്. ഇത് ഏതാണ്ട് 150 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പക്ഷിജാതിയാണ്. ഡാർവിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പായി കണ്ടെടുക്കപ്പെട്ടതാണ് ഈ ഫോസിൽ. അതിനുശേഷം വളരെ വ്യാപകമായി തന്നെ പരിണാമത്തിനുള്ള തെളിവായി ആർക്കിയോപ്റ്ററിക്സ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പരിണാമവാദികളായ ഫോസിൽ വിദഗ്ധന്മാർ അവകാശപ്പെടുന്നത് ഇവക്ക് പക്ഷിയുടെയും ഉരകത്തിന്റെയും സ്വഭാവങ്ങളുണ്ടെന്നാണ്. എന്നാൽ ശേഷമുള്ള ഓരോ കണ്ടെത്തലുകളും ഈ അവകാശവാദത്തെ തകർത്തെറിയുന്നവയായിരുന്നു. ആർക്കിയോപ്റ്ററിക്സിന്റെ തൂവലുകളും അസ്ഥിഘടനയും ആധുനിക പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. 1983 ടെക്സാസിൽ കണ്ടെത്തിയ മറ്റൊരു ഫോസിൽ പ്രോട്ടോ ആവിസ് ആർക്കിയോപ്റ്ററിക്സിനേക്കാൾ 75 മില്യൺ വർഷം പഴക്കമുള്ളവയാണ്. ഇത് പക്ഷികളിലെ ആദിമനായുള്ള ആർക്കിയോപ്റ്ററിക്സിന്റെ പ്രതിഷ്ഠാപനത്തെ ഒന്നുകൂടി തകർത്തെറിഞ്ഞിരിക്കുന്നു. ശാസ്ത്രീയ തെളിവുകൾക്ക് വിരുദ്ധമായിട്ടുകൂടി ഉരകങ്ങളിൽ നിന്ന് പക്ഷികൾ രൂപം പ്രാപിച്ചു എന്ന ധാരണ പരിണാമ സിദ്ധാന്തത്തിന് വ്യാപകത്വം നേടാൻ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരമൊരു തട്ടിപ്പിനുദാഹരണമാണ് ആർക്കിയോപ്റ്ററിക്സ് ഫോസിലിനെ പകുതി പക്ഷിയും പകുതി ദിനോസറും എന്നിങ്ങനെ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ വിശദീകരിച്ചത്. ദിനോ പക്ഷിയുടെ ഒരു ഭാവനാത്മക ചിത്രവും മാഗസിൻ വരക്കുകയുണ്ടായി. ഇതൊക്കെ പരിണാമ സിദ്ധാന്തത്തിനുള്ള തെളിവായും വാദിക്കപ്പെട്ടു. പുതിയ പക്ഷി സമാന ഫോസിലുകൾ ദിനോസർ പരിണാമത്തിലെ വിട്ടുപോയ കണ്ണി എന്നാണ് 1999 നവംബറിലെ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ പറഞ്ഞത്. നാഷണൽ ജിയോഗ്രാഫിക്കിൽ പ്രത്യക്ഷപ്പെട്ട ഇതേ ചിത്രം തന്നെ ലോകമെങ്ങുമുള്ള മറ്റു പല വർത്തമാന പത്രങ്ങളും പരിണാമത്തിനുള്ള തെളിവായി ചൂണ്ടിക്കാണിച്ചിരുന്നു. രണ്ട് വർഷത്തിന് ശേഷമാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത പുറത്തുവന്നത്. പ്രസ്തുത ഫോസിൽ ശാസ്ത്രത്തിന്റെ പേരിലുള്ള ഒരു തട്ടിപ്പായിരുന്നു. പരസ്പര ബന്ധമില്ലാത്ത വിവിധ ജന്തുക്കളുടെ 5 അസ്ഥികൂടങ്ങളുടെ സങ്കലനമായിരുന്നു പ്രസ്തുത ഫോസിൽ. പ്രസ്തുത ഫോസിൽ പരിണാമത്തിനുള്ള തെളിവായി ഉന്നയിച്ച പല മാസികകൾക്കും പിന്നീടത് തട്ടിപ്പായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വന്നു. നാഷണൽ ജിയോഗ്രാഫിക് മാഗസിനും നേച്ചർ വാരികയും BBC ന്യൂസ് ഓൺലൈനുമെല്ലാം ഇത് തുറന്നു പറഞ്ഞു. ഇത്തരം വിഡ്ഢിത്തങ്ങൾ പരിണാമ സിദ്ധാന്തത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളുടെ നിരവധി ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ്. സിദ്ധാന്തത്തിന് അനുരൂപമായി നുണകൾ മെനഞ്ഞെടുക്കേണ്ടി വരുന്നതിന് കാരണം ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം തന്നെയാണ്. ഭൂമിയിലെ ജീവജാലങ്ങളെയോ ഫോസിൽ രേഖകളെയോ നിരീക്ഷിച്ചാൽ പരിണാമ സിദ്ധാന്തം അന്ധമായ വിശ്വാസം മാത്രമാണ് എന്ന് മനസ്സിലാകും. സൃഷ്ടിയുടെ തെളിവുകളും ലഭിക്കും. പക്ഷികളും ഇതുതന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. ജീവജാലങ്ങൾ ആകസ്മികതയുടെ ഉൽപ്പന്നങ്ങളല്ല, മറിച്ച് സ്രഷ്ടാവായ തമ്പുരാന്റെ ബോധപൂർവമുള്ള സൃഷ്ടിയാണ്. പക്ഷികൾ
പറന്നു തുടങ്ങുന്ന രീതി, അവയുടെ ശരീരത്തിന്റെ വായുബലതന്ത്രത്തിന് അനുയോജ്യമായ വിധം സംവിധാനിക്കപ്പെട്ട ഘടന, അവയുടെ അസ്ഥികളുടെ സ്വഭാവങ്ങൾ, അവയുടെ തൂവലുകൾ, ഹമ്മിംഗ് ബേർഡിന്റെ മൂർച്ചയേറിയ തൂവലുകൾ, വി ആകൃതിയിലുള്ള ദേശാന്തരഗമന പക്ഷികളുടെ പറക്കൽ, അവയുടെ വ്യോമയാന വ്യവസ്ഥ, അവയിലെ വിവിധ പറക്കൽ ടെക്നിക്കുകൾ, ലോക ചാമ്പ്യന്മാരായ അത്ലറ്റുകളെക്കാൾ വേഗത്തിലുള്ള നീന്തലുകാർ, പക്ഷികളുടെ തൂവലുകളിലെ മനോഹരമായ പാറ്റേണുകൾ തുടങ്ങിയവയാണ് നാം ചർച്ച ചെയ്തത്. സുപ്രധാനമായൊരു സത്യത്തിനും നാം ദൃക്സാക്ഷികളായി. അല്ലാഹുവിന്റെ സൃഷ്ടി പരിപൂർണമായും കുറ്റമറ്റതാണ്. അവന്റെ കലയും ശക്തിയും എവിടെയും പ്രകടമായിരിക്കുന്നു. പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ് ഏറ്റവും മഹോന്നതൻ. അല്ലാഹു പറയുന്നത് കാണുക. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. അല്ലാഹുവാകുന്നു 7 ആകാശങ്ങളും ഭൂമിയിൽ നിന്ന് അവക്കു തുല്യമായതും സൃഷ്ടിച്ചവൻ. അവക്കിടയിൽ അവന്റെ കൽപ്പന ഇറങ്ങുന്നു. അല്ലാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നും ഏതു വസ്തുവെയും ചൂഴ്ന്നറിയുന്നവനായിരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി. بسم الله الرحمن الرحيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ മാർഗം വിട്ടു പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനത്രേ.